നമസ്കാരം. ബോധിയുടെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ മൂന്നാമത്തെ ലെസണാണ്. ആദ്യ ലെസണിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെ പറ്റി ഒരു കഥ പറയുകയായിരുന്നു. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിതവൈദ്യുതി. പിന്നീട് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ധാരാവൈദ്യുതിയെ പറ്റി പറഞ്ഞു. കറണ്ട് ഇലക്ട്രിസിറ്റിയെ പറ്റി കണ്ടെത്തിയത് അലക്സാണ്ടർ വോൾട്ടെ ആണ്. അദ്ദേഹത്തിന്റെ ബാറ്ററിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെ ആയിരുന്നു എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നീട് രണ്ടാമത്തെ ലെസൺ നമ്മൾ തുടങ്ങിയത് കറണ്ടും വൈദ്യുതിയും ഒന്നാണ്. അത് വെച്ചിട്ട് എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം, എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മുടെ മൂന്നാമത്തെ ലെസണിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് മറ്റൊരു വിപ്ലവത്തിലൂടെയാണ്. നമ്മുടെ ചരിത്രത്തിലുണ്ടായ മറ്റൊരു വലിയ മാറ്റമാണ് സ്റ്റീം എഞ്ചിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ ആവിയന്ത്രത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുക. നമ്മുടെ ഈ കൽക്കരി ഖനികളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ വെള്ളം പുറത്തു കളയാനായിട്ട്, അവിടെ ഉണ്ടാകുന്ന വെള്ളം പുറത്തു കളയാനായിട്ട് വലിയ ശ്രമകരമായ ജോലിയായിരുന്നു. സ്റ്റീം എഞ്ചിന്റെ കണ്ടെത്തലോടുകൂടി അത് വളരെ ഈസിയായി. പക്ഷേ പിന്നീട് അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ജെയിംസ് വാട്ട് ഈ പറഞ്ഞ സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയപ്പോൾ അതിന്റെ പ്രവർത്തനത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ പരീക്ഷണങ്ങളിലാണ് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ പാഠഭാഗത്തെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ഹീറ്റിംഗ് എഫക്റ്റും രണ്ടാമത്തത് ലൈറ്റിംഗ് എഫക്റ്റും. അപ്പോൾ എന്താണ് ജൂൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു നിക്രോം വയർ എടുത്തു വെച്ചു. നിക്രോം വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിസിറ്റിയുടെ താപഫലമാണ്. അതെന്ത് ചെയ്യും? ചുട്ട് പഴുക്കും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഒരു ഇൻകാണ്ടസെന്റ് ബൾബാണെങ്കിൽ അവിടെയുള്ളത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. അതിനകത്തൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുമ്പോൾ അത് ചൂടാവുമെങ്കിലും അതെനിക്ക് പ്രകാശം തരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ആലോചിച്ചു, നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഊർജ്ജ രൂപത്തിലേക്ക് മാറാൻ സാധിക്കും. ഇതുപോലെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ചാലകം എടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. സ്റ്റീം എഞ്ചിന്റെ വർക്കിങ്ങിനെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ചിട്ട് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം. അല്ലെ, ഊർജ്ജത്തിനെ എനിക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, എന്നാൽ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തിനെ എനിക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഈ നിയമം വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ജൂളിന് പറയാൻ സാധിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റീം ഉപയോഗിച്ച് ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാമെന്നും അല്ലെങ്കിൽ ഒരു യാന്ത്രികോർജ്ജം ഉണ്ടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹം ചെയ്തൊരു പരീക്ഷണമാണ് ഈ നിക്രോം വയറിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്തപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഹീറ്റ് ഉണ്ടായി. അതിന്റെ ലെങ്തിൽ അദ്ദേഹം വ്യത്യാസം വരുത്തി. അപ്പോഴുണ്ടാകുന്ന ഹീറ്റ് അദ്ദേഹം മെഷർ ചെയ്തു. അതുപോലെ ആ വയറിന്റെ ഏരിയയിൽ അദ്ദേഹം വ്യത്യാസം വരുത്തി. അപ്പോഴുമുള്ള ഹീറ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളാണ് ജൂൾ നിയമത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നതും ജൂൾ നിയമത്തെ പറ്റിയാണ്. ജൂൾ നിയമത്തിലെ വളരെ വ്യക്തമായ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ജൂൾ നിയമത്തിലെ ഇക്വേഷനാണ് H=I²RT. അതുപോലെ H=VIT, അതുപോലെ H=V²T/R. ഈ ലെസണിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ജൂൾ നിയമം അദ്ദേഹം എങ്ങനെ കണ്ടെത്തിയെന്നും അതുപോലെ ഈ 3 ഇക്വേഷൻ അദ്ദേഹം എങ്ങനെ കണ്ടെത്തിയെന്നതിനെ പറ്റിയുമാണ് നമ്മുടെ ഈ ലെസണിൽ നമ്മൾ പറയാൻ പോകുന്നത്. അദ്ദേഹം ആലോചിച്ചത്, നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് ദ എനർജി ലെവൽ വേരിയേഷൻ ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോൺ ആസ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെ, ഒരു ചാലകത്തിന്റെ രണ്ട് അഗ്രങ്ങൾ തമ്മിലുള്ള ഊർജ്ജനില വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിളിച്ചത്. എന്താ അത്? ഞാനൊരു കണ്ടക്ടർ എടുത്തു വെച്ചു, അല്ലെ, ഇതിനകത്ത് ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു, പിന്നീട് അതിനെ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തു. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കൂടെ ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, അവിടെ കറണ്ട് ഉണ്ടാവും. ശരിയാണല്ലോ. ഇവിടെ എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ
അത്രത്തോളം ഊർജ്ജ നിലയിൽ വ്യത്യാസമുണ്ട്, അത്രത്തോളം ഇലക്ട്രിക് ചാർജസ് അവിടെ ഫ്ലോ ചെയ്യും. അദ്ദേഹം ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ ഇലക്ട്രിക് ചാർജസിനെ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ അവിടെ പ്രവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യണം. പ്രവൃത്തി, പവർ, ഊർജം എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ 9th ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പെന്നുണ്ട്. ഈ പെന്നിനെ എനിക്ക് മൂവ് ചെയ്യിക്കണം. ഞാൻ ഇതിനെടുത്ത് എറിഞ്ഞു അല്ലേ? എറിയുമ്പോഴത്തേക്ക് ഞാൻ എത്രത്തോളം എനർജി കൊടുക്കുന്നോ അത്രത്തോളം ദൂരത്തേക്ക് ഇത് സഞ്ചരിക്കും. ശരിയല്ലേ? അവിടെ എനിക്കൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായി. ഇലക്ട്രിക് ചാർജസ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്തു, അവിടെയും പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഇലക്ട്രിക് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു ചാലകത്തിന്റെ ഒരു അഗ്രത്തിൽ നിന്ന് മറ്റൊരു അഗ്രത്തിലേക്ക് ഇലക്ട്രിക് ചാർജസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് എന്ത് വിളിക്കുക? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? നോക്കി, നമ്മൾ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ വർക്ക് ഡണ്ണിന് പകരം നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് W ആണ്. നമ്മൾ കഴിഞ്ഞ ലെസണിലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് കൊടുത്ത പോലെ വർക്ക് ഡൺ എന്ന് എഴുതുന്നതിന് പകരം W എന്ന് എഴുതി വെച്ചു. നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഇലക്ട്രിക് ചാർജ് ആണല്ലോ. അപ്പോൾ അവിടെ ഇലക്ട്രിക് ചാർജസിനെ പറ്റി പറയുന്നുണ്ട്. ഇലക്ട്രിക് ചാർജസിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് Q ആണ്. ഇവിടെ ഞാൻ പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ V യെ പറ്റിയാണ്. ഞാൻ അവിടെ V എന്ന് എഴുതി വെച്ചു. ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് V ആവണം. അങ്ങനെയെങ്കിൽ അവിടെ എനിക്കൊരു ഇക്വേഷൻ കിട്ടും. ഞാൻ പറഞ്ഞു ഇക്വേഷൻസ് കാണാതെ പഠിക്കണ്ട, നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് സ്വന്തമായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും അല്ലേ? നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ശരിയാണല്ലോ? അപ്പോൾ വർക്ക് ഡൺ പറഞ്ഞ ഞാൻ W എന്ന് എഴുതി വെച്ചു. ടു മൂവ് ആൻ ഇലക്ട്രിക് ചാർജ്, ഒരു ഇലക്ട്രിക് ചാർജസിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ പ്രവൃത്തിയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിളിക്കുക. എനിക്ക് W = V ആവണം. ശരിയല്ലേ? അവിടെ Q1 ആയി കഴിഞ്ഞാൽ എനിക്ക് പറയാം W = Q × V. ഇപ്പൊ നമ്മുടെ ഡെഫിനിഷൻ ശരിയായില്ലേ? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഇലക്ട്രിക് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശരിയാണല്ലോ? അപ്പൊ ഇത് വെച്ചിട്ട് അദ്ദേഹം പിന്നീട് ആലോചിച്ചത് ഇതിന്റെ പവറിനെ പറ്റിയാണ്. പ്രവൃത്തിയെ പറ്റി ഞാൻ പറഞ്ഞു. അടുത്തത് ഇലക്ട്രിസിറ്റി ചെയ്ത ആ പവറിനെ പറ്റിയാണ്. എന്താണ് പവർ? 9th പഠിച്ചിട്ടുണ്ട് അല്ലെ? ദ റേറ്റ് ഓഫ് വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എനിക്ക് എന്തുമാത്രം വർക്ക് ചെയ്യാൻ സാധിച്ചു, അതാണ് പവർ അല്ലെ? അങ്ങനെയെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം: പവർ P = W / T. ഇവിടെ ഞാൻ രണ്ട് ഇക്വേഷൻ എഴുതി വെച്ചു. W = Q × V. രണ്ടാമത്തെ ഇക്വേഷൻ P = W / T. ഇനി ഇതിന് രണ്ടിനെയും ഒരുമിച്ച് ഇങ്ങനെ എഴുതാം: P = QV / T. ശരിയാണല്ലോ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റിനെ പറ്റി പറഞ്ഞു. അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ പറയുന്നത് I = Q/T എന്നാണ്. ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ലെസൺ ഒന്നുകൂടി കണ്ടു നോക്കുക. ഇനി ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് Qന്റെ ഇക്വേഷൻ എനിക്ക് ഇവിടെ എഴുതാം. ഈ T എപ്പുറത്ത് കൊണ്ടുവന്ന് എനിക്ക് എഴുതാം I × T = എന്താണ്? Q. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ എനിക്ക് Qന് പകരം I × T എന്ന് കൊടുത്തൂടെ? അവിടെ ഞാൻ എഴുതാൻ പോകുന്നത് P = IT × V / T. ഇവിടെ Tയും Tയും ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെയെങ്കിൽ എനിക്ക് പവറിന്റെ ഇക്വേഷൻ കിട്ടും P = VI. ശരിയാണല്ലോ? നമ്മൾ പറഞ്ഞു വരുന്നത് ജൂൾ നിയമത്തിലേക്ക് എത്തിച്ചേർന്ന വഴിയെ പറ്റിയാണ് പറയുക. അപ്പൊ ആദ്യം അദ്ദേഹം വർക്കിനെ പറ്റി പറഞ്ഞു, പിന്നീട് പവറിനെ പറ്റി പറഞ്ഞു. വർക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം, അതിന് അദ്ദേഹം മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തു വെച്ചു അല്ലെ? അതിനുശേഷം പിയുടെ ഇക്വേഷൻ W/T ആയിരുന്നു. അവിടെ അദ്ദേഹം P = QV/T എന്ന് എഴുതി. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇക്വേഷൻ അനുസരിച്ചിട്ട് ITV / T എന്ന് എഴുതി. Tയും Tയും ക്യാൻസൽ ചെയ്ത് പോയി. എനിക്ക് എന്ത് ചെയ്തു? P = VI എന്നൊരു ഇക്വേഷൻ കിട്ടി. ശരിയാണല്ലോ? ഇനി നമുക്ക് എത്തിച്ചേരേണ്ടത്
H=I²RT എന്നുള്ള ഇക്വേഷനിലേക്കാണ്. അത് അദ്ദേഹം എങ്ങനെ ചെയ്തു എന്നതിനെ പറ്റി നോക്കാം. പിന്നീട് അദ്ദേഹം ആലോചിച്ചത് പ്രവൃത്തിയെ പറ്റി പറഞ്ഞു, പവറിനെ പറ്റി പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഊർജത്തെ പറ്റിയാണ്. ഞാൻ നിക്കോൺ വയറിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ ഊർജം എന്ന് പറയുന്നത് എനിക്ക് ഹീറ്റ് എനർജിയാണ്, അതുപോലെ താപോർജ്ജമാണ്. അവിടെ കിട്ടിയ താപോർജ്ജം എത്രയാണ് എന്നാണ് ഈ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുത്ത് വെച്ചിട്ട് അതിനകത്തൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ എനിക്ക് താപം ഉണ്ടായി. ലെങ്ത് മാറ്റം വരുത്തിയപ്പോൾ ആ താപത്തിൽ വ്യത്യാസം ഉണ്ടായി. ഏരിയ മാറ്റം വരുത്തിയപ്പോൾ ആ താപത്തിൽ വ്യത്യാസം ഉണ്ടായി. ഇങ്ങനെ കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അവിടെ ഉണ്ടായ താപം അദ്ദേഹം കണ്ടെത്തി വെച്ചത്. അത് എങ്ങനെ അദ്ദേഹം കണ്ടെത്തിയതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്തത് ഇനി ഇവിടത്തെ ഊർജം എത്രയായിരിക്കും എന്നതിനെ പറ്റി അദ്ദേഹത്തിന് നോക്കണം. അതിന് ഊർജത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഊർജം കിട്ടും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം: പവർ ഇൻറ്റു ടൈം, പി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എന്താണ്? ഇപ്പുറത്ത് എനിക്ക് അതുപോലെ ടി കൊടുക്കണം, വി ഐ ഇൻറ്റു ടി. ശരിയാണല്ലോ? പി ഇൻറ്റു ടി എന്ന് പറയുന്നത് എനർജിയാണ്, ഊർജമാണ്. അവിടെ നമുക്ക് കിട്ടിയ ഊർജം എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്ക് പി ഇൻറ്റു ടിക്ക് പകരം ഹീറ്റ് എനർജി എന്ന് എഴുതാം. ഹീറ്റ് എനർജി കൊടുക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എച്ച് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ H=VIT. അങ്ങനെ ജൂൾ നിയമത്തിലെ ഒരു ഇക്വേഷൻ നമ്മൾ എത്തിച്ചേർന്നു, H=VIT. ഈ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി വെച്ചു. ശരിയാണല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? H=I²RT. അതിൽ അദ്ദേഹം എങ്ങനെ എത്തിച്ചേർന്നു? ഇവിടെ അദ്ദേഹം ചെയ്തത് ഓം നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓം കണ്ടെത്തി വെച്ച കുറച്ച് ഇക്വേഷൻസ് അന്ന് അവൈലബിൾ ആയിരുന്നു. എന്താണ് ഓം നിയമം എന്ന് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓം നിയമത്തിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഓം നിയമത്തിനെ പറ്റി സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഒരു ചാലകത്തിലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ ഞാൻ കൂട്ടിക്കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂടുതലാണ്. ശരിയല്ലേ? ഇപ്പൊ ഞാനൊരു 9 വോൾട്ട് ബാറ്ററി ഒരു ചാലകത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബൾബിനെ കൂടി വെക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ബൾബിന്റെ പ്രകാശം കുറവാണ് 12 വോൾട്ടിനെ അപേക്ഷിച്ച്. അങ്ങനെ ഞാൻ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ചിട്ട് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂടി വരും, കിട്ടുന്ന പ്രകാശം കൂടും. ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പ്രകാശം കൂടുതലാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ഓം നിയമം. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം കുറച്ച് ഇക്വേഷൻസ് എഴുതി വെച്ചു. വി ഐ അതുപോലെ ആർ. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം, എന്താണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ എനിക്ക് വിക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് പറയുന്നത് V = I × R എന്ന് എഴുതാം. അത് അറിയാനുള്ള എളുപ്പ വഴിയാണ് നമ്മുടെ ഈ ട്രയാങ്കിളിൽ ഏറ്റവും മുകളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ V എന്നുള്ള സിമ്പിൾ കൊടുക്കുക, ഇവിടെ I എന്ന് കൊടുക്കുക, ഇവിടെ R എന്ന് കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ കേസസിൽ V = IR ആയിരിക്കും, I × R. ഇനി അതുപോലെ ഐയുടെ ഇക്വേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ V/R എടുത്താൽ മതി, ഇവിടെ തിരിച്ചു നോക്കിയാൽ മതി. തിരിച്ചതുപോലെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് V/A എന്ന് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇവിടെ അദ്ദേഹം ചെയ്തത് H=VIT എന്നുള്ള ഇക്വേഷനിൽ നമ്മുടെ ഓംസ് ലോ അപ്ലൈ ചെയ്തു, ഓം നിയമം അപ്ലൈ ചെയ്തു. അത് ചെയ്തപ്പോൾ V = IR ആണെന്ന് നമുക്കറിയാം. ആ ഇക്വേഷൻ അദ്ദേഹം ഇവിടെ കൊടുത്തു. ഇവിടെ കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ വിക്ക് പകരം IR എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ H=IR × IT. I × I എന്ന് പറയുന്നത് I² ആണ്. സോ H=I²RT. ശരിയാണ്. നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. H=VIT, രണ്ടാമത്തത് H=I²RT. ഇനി നമ്മുടെ ജൂൾ നിയമത്തിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ മിക്ക എക്സാമിന് അവസാനത്തെ പരീക്ഷയ്ക്ക് എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജൂൾ നിയമത്തിൽ നിന്നുള്ളത്. അതുകൊണ്ട് ഈ ലെസൺ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇവിടെ നമുക്ക് അടുത്ത V²T/R എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേരണം. എന്ത് ചെയ്യാം? ഇവിടെ നമുക്കറിയാം ഇതനുസരിച്ചിട്ട് I = V/R ആണ്. ശരിയാണല്ലോ? H = VIT എന്നുള്ള ഇക്വേഷനിൽ ഐക്ക് പകരം ഞാൻ V/R എന്ന് കൊടുത്തു.
അങ്ങനെയെങ്കിൽ H is equal to V into V by R into T. എന്തത് കിട്ടും? നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും H is equal to V square T by R. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ പറഞ്ഞു വെച്ചു. H is equal to I square RT. I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധമാണ്. T എന്ന് പറയുന്നത് ടൈമാണ്. ശരിയാണല്ലോ? അപ്പോൾ H is equal to I square RT എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ജൂൾ നിയമത്തെ പറ്റി പറയുന്നത്. എന്താണ് ജൂൾ നിയമം? ഞാൻ പറഞ്ഞു, ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിക്കുമ്പോൾ അവിടെ താപോർജ്ജം ഉണ്ടാവും അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി എനിക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അതാണ് അദ്ദേഹം കണ്ടെത്തി വെച്ചത്. അതിനായിട്ട് അദ്ദേഹം 3 ഇക്വേഷൻ പറഞ്ഞു. ഇതിൽ ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ജൂൾ നിയമം തന്നെ ഉണ്ടാക്കി വെച്ചത്. ആ നിയമം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന താപം H എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും അതുപോലെ പ്രതിരോധത്തിന്റെയും ടൈമിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇപ്പൊ എന്താ പറഞ്ഞേ? എന്താണ് ജൂൾ നിയമം? The amount of heat energy produced in a conductor is directly proportional to the square of the intensity of electric current, the resistance and the time. ശരിയാണല്ലോ? സോ H is equal to എന്താണ്? I square RT. അപ്പോൾ ഈ ജൂൾ നിയമത്തെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് അടുത്ത ലെസണിൽ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്? എങ്ങനെ അദ്ദേഹം ജൂൾ നിയമത്തിൽ എത്തിച്ചേർന്നു എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഈ ലെസൺ നമ്മൾ പറഞ്ഞു വെച്ചത്. ഞാൻ പറഞ്ഞു, സ്റ്റീം എഞ്ചിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. അതിൽ നിന്നുള്ള ചിന്തയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കണ്ടെത്തിയത്. അത് വെച്ചിട്ട് അദ്ദേഹം പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ പറ്റി പറഞ്ഞു, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ പറ്റി പറഞ്ഞു, പവറിനെ പറ്റി പറഞ്ഞു. ഇത് വെച്ചിട്ട് പവറിന്റെ ഇക്വേഷൻ എഴുതി വെച്ചു. അതിൽ നിന്ന് ജൂൾ നിയമത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതിനെ നിങ്ങൾ നോട്ട്സ് ആക്കി വെക്കുക. ഇദ്ദേഹം എങ്ങനെ ഈ 3 ഇക്വേഷൻ കണ്ടെത്തി എന്നുള്ളത് ഒരു നോട്ടാക്കുക. ഇതിന്റെ പ്രോബ്ലത്തെ പറ്റിയും എന്താണ് ജൂൾ നിയമം എന്നുള്ളതിനെ പറ്റിയും വിശദമായിട്ട് നമുക്ക് അടുത്ത ലെസണിൽ നോക്കാം.